വെൽക്കം ഓൾ. കേരള ടോക്സിന്റെ പ്രീ പോൾ സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തൃശൂർ നിയോജകമണ്ഡലമാണ്. തൃശൂർ നിയോജകമണ്ഡലം ആര് നേടും? കോൺഗ്രസ്, CPM, BJP. ഓക്കെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജകമണ്ഡലത്തിൽ BJP വ്യക്തമായി ലീഡ് ചെയ്തു. 2021 ഇടതുപക്ഷത്തിന്റെ CPIയുടെ P. ബാലചന്ദ്രൻ അവിടെ വിജയിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ 1991 മുതൽ 2014 തറമ്പിൽ രാമകൃഷ്ണൻ MLA ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ശ്രീ K. കരുണാകരന്റെ ഒരു മണ്ണ്. കോൺഗ്രസിന് ആദ്യ മേൽക്കൈ എന്ന് പറഞ്ഞാൽ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ണാണ് തൃശ്ശൂർ നിയോജകമണ്ഡലം. ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. 33 സീറ്റ് നേടി കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. 10,000 വോട്ടിന് മേലെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പൊ BJPക്ക് എന്താണ് സാധ്യത? അങ്ങനെ സാധ്യത ഉണ്ടോ എന്നുള്ളത് എനിക്ക് വരുന്ന മെസ്സേജസിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന മെസ്സേജസിലും BJPക്ക് സാധ്യത, അത് നമ്മുടെ ഈ ജില്ലയിൽ വിട്ടിട്ട് പുറത്തുള്ള ജില്ലകളുടെ ആളുകളാണ് കൂടുതൽ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് മെസ്സേജ് വരുന്നുണ്ട്, തിരുവനന്തപുരം ഭാഗത്ത് മെസ്സേജ് ഉണ്ട്. അതായത് 2024 BJPക്ക് ആ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു, സത്യം തന്നെയാണ്. പക്ഷേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ BJP വളരെ പിന്നിലാണ്. ഞാൻ പറയുന്നത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ BJP 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനാണ് സാധ്യത. അതിനപ്പുറം അനിലക്കരുടെ പേര്, P. പ്രസാദിന്റെ പേരൊക്കെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റിലുണ്ട്. സാധ്യതയാണ് പറയുന്നത്, ഉറപ്പില്ല. അതിനപ്പുറത്ത് BJPയുടെ കോൺഗ്രസിൽ നിന്ന് പോയ പത്മിയായിരിക്കും സ്ഥാനാർത്ഥി. CPMന്റെ സിറ്റിംഗ് MLA ശ്രീ ബാലചന്ദ്രൻ ആവാനാണ് സാധ്യത. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുന്ന അദ്ദേഹം വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം നമ്മൾ ആ വാർഡിൽ അല്ലെങ്കിൽ ആ 33 കൗൺസിലേഴ്സിന്റെ സംസാരിച്ചപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ആയത്തിനാകാട്ടിയും വളരെ ബെനിഫിറ്റും പവർഫുൾ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് അവർ പറഞ്ഞത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അവർ പിടിച്ചു നിർത്താൻ കഴിവിന്റെ പരമാവധി നോക്കും, ഒട്ടും വിട്ടുകൊടുക്കില്ല. ദയനീയം എന്ന് പറഞ്ഞാൽ BJP സ്ഥിതിയാണ്. കാരണം സുരേഷ് ഗോപി അന്ന് മത്സരിക്കുമ്പോൾ സിറ്റുവേഷൻ ഇപ്പോൾ അവിടെ ഇല്ല. കാരണം ഛത്തീസ്ഗഡിൽ കന്യാസികളെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് അവിടെയുള്ള സിറ്റുവേഷൻ ആകെ മാറി. സിറ്റുവേഷൻ മാറിയെന്ന് മാത്രമല്ല, BJPക്ക് അനുകൂലമുള്ള ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് പോയി എന്ന് വേണം പറയാൻ. വേറൊരു പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ ഒരു കാപട്യം, കന്യാസ്ത്രീകളോട് കാണിച്ചുള്ള കാപട്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ കോൺഗ്രസിന് ഇടതുപക്ഷത്തിനുമായി എന്നുള്ളത്, അതിലവർ വിജയിച്ചു എന്നുള്ളത് വേണം നമുക്ക് അതിനെ പറ്റി പറയാൻ. അപ്പോൾ കേരള ടോക്സ് 100% പറയുന്നു, ഇപ്രാവശ്യം തൃശ്ശൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കും. വ്യക്തമായ സംഘടനാ സംവിധാനം കൊണ്ട് BJPക്ക് അവിടെ ഒരു സാധ്യതയുമില്ല. ഇടതുപക്ഷം കോൺഗ്രസുമാണ് മത്സരം ഉണ്ടായിരിക്കുക. കേരള